ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സമാഗതമാകുന്ന ഈശോ മിശിഹായുടെ പിറവി തിരുനാളിലെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇത് മംഗലവാർത്ത കാലം, കാത്തിരിപ്പിൻ്റെ കാലമാണ്. രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ജനതയോട് ചേർന്ന് തിരുസഭയിൽ മിശിഹായെ അടുത്ത് ആഴത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിനങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. പ്രതീക്ഷയുടെ പുതിയ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് കാത്തിരിക്കുക എന്നത് മനുഷ്യ അസ്തിത്വത്തിന് തന്നെ അടിസ്ഥാനപരമായ ഒരു ഭാവമാണ്. രക്ഷാകര ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യ താള് മുതൽ തന്നെ ഈ ഒരു കാത്തിരിപ്പിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചിത്രങ്ങളുണ്ട്. രക്ഷാകര സംഭവത്തിൽ ദൈവത്തിൻ്റെ ജനം കാത്തിരിക്കുന്ന ഒരു ജനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ചുരുളുകൾ നിവരുന്നത് അങ്ങനെ തന്നെയാണത്. ഈശോ മിശിഹായിലെത്തി പൂർണ്ണത പ്രാപിക്കുന്നുമുണ്ട്. അപ്പം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ജനതയുടെ തന്നെ ഏറ്റവും വിശ്വസ്തതയുള്ള പ്രതിനിധിയായിട്ട് അന്ന എന്ന പ്രവാചികയെ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും. ഉണ്ണിമിശിഹായെ കണ്ടുമുട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് രക്ഷകനെ തിരിച്ചറിയുന്ന ഒരു പ്രവാചിക. ലൂക്കാ സുവിശേഷകൻ പ്രവാചിക എന്ന് വിശേഷിപ്പിക്കുന്ന ഏക വ്യക്തിത്വം അന്നയുടേതാണ്. അന്ന 7 വർഷക്കാലം മാത്രം ഭർത്താവിനോടൊപ്പം ജീവിച്ച് വിധവയായി തീർന്ന ഒരാൾ, 84 വർഷങ്ങൾ ജീവിച്ച് പ്രായമുള്ള ഒരാൾ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന അന്ന എന്ന വ്യക്തി ഇസ്രായേലിൻ്റെ വിശ്വസ്ത ജനത്തിൻ്റെ പ്രതിനിധിയാണ്. ദ ഫെയ്ത്ത്ഫുൾ റെമനന്റ് ഓഫ് ഇസ്രായേൽ. ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു ജനമുണ്ട്. ഒരു പരിധിവരെ ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തെ കൂടി അന്ന എന്ന പ്രവാചിക വ്യംഗ്യമായ അർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അവൾ വൈധവ്യത്തിലാണ്. വിധവയായ തീർന്നതിൻ്റെ നൊമ്പരങ്ങൾ ഹൃദയത്തിൽ പേറുന്ന ഒരു സാന്നിധ്യം. എന്നാൽ അതേസമയം അതിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി ദൈവത്തെ കാത്തിരിക്കുന്ന, രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വസ്തതയുള്ള ഇസ്രായേലിൻ്റെ സാന്നിധ്യമാണ് അന്ന എന്ന പ്രവാചിക. അങ്ങനെയാണ് സുവിശേഷകൻ ഈ വ്യക്തിയെ അവതരിപ്പിക്കുന്നത്. അന്നയുടെ കാത്തിരിപ്പിന് നല്ല ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. വർഷങ്ങളോളം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിട്ട് ദൈവാലയം ഇട്ടുപോകാതെ അവിടെ തന്നെ അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കാത്തിരുന്നുവെന്നാണ് സുവിശേഷം പറയുന്നത്. അങ്ങനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിട്ട് കാത്തിരുന്ന, പ്രതീക്ഷയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വലിയ സ്വപ്നങ്ങളോടെ കാത്തിരുന്ന അന്ന എന്ന പ്രവാചികയ്ക്ക് ഉണ്ണിമിശിഹായെ നേരിട്ട് കണ്ട് തിരിച്ചറിയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം അർത്ഥപൂർണമാകുന്നു. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തെ സ്വാധീനിക്കേണ്ട അർത്ഥവത്തായ ഒരു കാത്തിരിപ്പിൻ്റെ മനോഹരമായ ഒരു ഭാവമാണ്. ഇസ്രായേലിനെ പ്രതീകാത്മകമായി സന്നിഹിതമാക്കുന്ന യഥാർത്ഥ കാത്തിരിപ്പിൻ്റെ ചിത്രം. ഇന്ന് തിരുസഭയിൽ കാത്തിരുന്നുകൊണ്ട് കർത്താവിനെ കണ്ടുമുട്ടേണ്ട നമുക്കൊരു പാഠം. ഈശോ കടന്നു വന്നപ്പോൾ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനം അവിടുത്തെ കണ്ടുമുട്ടിയത് ചുരുക്കം പേരിലേക്ക് ഒതുങ്ങിക്കൂടി. പല പുരോഹിതന്മാരും പ്രവാചകന്മാരും നിയമപണ്ഡിതരൊക്കെ അവർ വ്യാഖ്യാനിച്ച തരത്തിലുള്ള ഒരു ക്രിസ്തുവിനെ മിശിഹായിൽ കണ്ടുമുട്ടിയില്ലെന്നുള്ളതാണ് സത്യം. അതിന് കാരണങ്ങളുണ്ട്. തുറവിയില്ലാത്ത സ്വാർത്ഥമോഹങ്ങളിലും അധികാര താല്പര്യങ്ങളിലും ഇഷ്ടങ്ങളിലും ഒക്കെ ആയിട്ട് അവർ അങ്ങനെ ഒരു അന്ധതയുടെ ഇരുട്ടിലായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ല. പക്ഷെ ആത്മാർത്ഥതയോടെ അന്വേഷിച്ചവർക്ക്, സ്നേഹത്തോടെ കാത്തിരുന്നവർക്ക്, പ്രാർത്ഥനാപൂർവ്വം തിരിച്ചറിയാൻ പറ്റിയവർക്ക് മിശിഹായെ കണ്ടുമുട്ടാൻ പറ്റി. അതിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയാണ് അന്ന എന്ന വ്യക്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു പ്രാർത്ഥനാപൂർവകമായ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്ന അന്ന എന്ന വ്യക്തി നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി കാത്തിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനം ലുബൻ ഫീദൈ അതൊരു കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരികതയിൽ അന്ധത കലരുമ്പോൾ, പാപത്തിൻ്റെ സ്വാർത്ഥത്തിൻ്റെ അന്ധത കലരുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. അന്ധത മാറ്റി സ്വാർത്ഥം ഉപേക്ഷിച്ച് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ പിറവി തിരുനാളിന് ഒരുങ്ങാം. അങ്ങനെ ഈശോ മിശിഹായെ വേണ്ട വിധം സഭയിൽ കണ്ടുമുട്ടി, വിശുദ്ധ കുർബാനയിൽ, കൂദാശകളിൽ, വചനത്തിൽ അവിടുത്തെ കണ്ടുമുട്ടി അനുഭവിച്ചറിഞ്ഞ് അത് പ്രഘോഷിക്കാൻ നമുക്കാവട്ടെ അന്നായെ പോലെ. ആ ഒരു വലിയ കൃപയ്ക്കായി നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നമ്മയെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അന്ന നമുക്കൊരു ക്രിയാത്മകമായ പ്രതീകമാണ്, പ്രതിനിധിയാണ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും നേരുന്നു.